പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര STR അറ്റ് ഗോസ്പൽ സുവിശേഷം ഇന്ന് ഒരു ധ്യാന വായന എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ധ്യാന വായനയിൽ നാം ഒരു അടിസ്ഥാന സത്യം തിരിച്ചറിഞ്ഞു. സുവിശേഷം ഒരു പഴയ കഥ മാത്രമല്ല, ഓരോ തലമുറയെയും വീണ്ടും വീണ്ടും അഭിസംബോധന ചെയ്യുന്ന ജീവിക്കുന്ന ദൈവവചനമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഉപമയും ഓരോ സംഭവവും ഓരോ വചനവും ഇന്നും നമ്മുടെ ജീവിതത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം യേശുവിൻ്റെ ഏറ്റവും ചെറിയതും അതേസമയം ഏറ്റവും ആഴമേറിയതുമായ ഒരു ഉപമയുടെ മുമ്പിലാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തിയ മനുഷ്യൻ വീണ്ടും അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്തു. ഈ ഉപമയിൽ ആകെ ഒരു വാക്യമേയുള്ളൂ, എന്നാൽ അതിൽ അഗാധമായ ആത്മീയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ വിത്തിനുള്ളിൽ വലിയൊരു വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഈ വാക്യത്തിനുള്ളിലും ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആഴമേറിയ ആത്മീയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഈ ഉപമ പുറമേ കാണുന്ന കഥയേക്കാൾ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതിനാൽ ആദ്യം കഥയെ തന്നെ വീണ്ടും ശ്രദ്ധിക്കാം. ഒരു മനുഷ്യൻ ഒരു വയലിലൂടെ കടന്നു പോകുന്നു. അപ്രതീക്ഷിതമായി അവൻ ഒരു നിധി കണ്ടെത്തുന്നു. എന്നാൽ അതെടുത്ത് ഓടിപ്പോകുന്നില്ല, അത് വീണ്ടും മറച്ചു വയ്ക്കുന്നു. തുടർന്ന് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. ഈ കഥയിൽ നാം എളുപ്പത്തിൽ വിട്ടുപോകുന്ന ഒരു സൂക്ഷ്മ വിശദാംശമുണ്ട്. മനുഷ്യൻ ആദ്യം നിധി കണ്ടെത്തുന്നു, പിന്നെയാണ് വയൽ വാങ്ങുന്നത്. ഇത് കഥയുടെ ഒരു സാധാരണ ക്രമീകരണമല്ല, ഒരു ആത്മീയ നിയമത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ആത്മീയ നിയമം എന്നത് മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിൽ സ്ഥിരമായി പ്രവർത്തിക്കുന്ന ദൈവിക തത്വമാണ്. അത് മനുഷ്യൻ നിർമ്മിച്ച നിയമമല്ല, മനുഷ്യനെ ദൈവം നയിക്കുന്ന ആന്തരിക ക്രമത്തെ വെളിപ്പെടുത്തുന്ന കാലാതീതമായ സത്യമാണ്. യേശുവിൻ്റെ ഉപമകളിൽ സംഭവങ്ങളുടെ ക്രമം ഒരിക്കലും യാദൃശ്ചികമല്ല. അവിടുന്ന് ആദ്യം പറയുന്നതും പിന്നീട് പറയുന്നതും സന്ദേശത്തിന്റെ ഭാഗമാണ്. യേശുവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു: ഒരു മനുഷ്യൻ ഒരു വയൽ വാങ്ങി, പിന്നീട് അതിൽ നിധി കണ്ടെത്തി. എന്നാൽ അവിടുന്ന് അങ്ങനെ പറയുന്നില്ല. ആദ്യം നിധി, പിന്നീട് വയൽ. ഈ ലളിതമായ ക്രമത്തിനുള്ളിൽ യേശു ഒരു വലിയ ആത്മീയ സത്യം വെളിപ്പെടുത്തുന്നു. ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ അന്ധമായി എടുക്കേണ്ടതല്ല, വ്യക്തമായ തിരിച്ചറിവിൽ നിന്നാണ് അവ ജനിക്കേണ്ടത്. അതുകൊണ്ടാണ് യേശു ആദ്യം കാണാൻ, പിന്നെ തിരിച്ചറിയാൻ, അതിനുശേഷം തീരുമാനിക്കാൻ നമ്മെ ക്ഷണിക്കുന്നത്. ഇവിടെയാണ് ആത്മീയ ജീവിതത്തിന്റെ പ്രത്യേകത. അത് കേട്ടുകേൾവികളുടെ പിന്നാലെ ഓടുന്ന ഒരു യാത്രയല്ല. സത്യം വ്യക്തിപരമായി തിരിച്ചറിയുന്ന ഒരു ആന്തരിക യാത്രയാണ്. അതിനാൽ നാം ഇടയ്ക്കിടെ സ്വയം ഒരു ചോദ്യം ചോദിക്കണം: ഞാൻ എന്തിനാണ് ഇവിടെ പോകുന്നത്? ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ, എല്ലാവരും പോകുന്നത് കൊണ്ടോ, എവിടെയെങ്കിലും അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടോ? യേശുവിൻ്റെ പാഠം വ്യക്തമാണ്. യഥാർത്ഥ തിരിച്ചറിവ് തീരുമാനത്തിന് മുമ്പേ വരണം. ആന്തരിക ബോധ്യം പ്രതിബദ്ധതയ്ക്ക് മുമ്പേ വരണം. ഈ ഉപമയുടെ ആദ്യത്തെ ആത്മീയ നിയമം ഇതാണ്: നിധി ആദ്യം, വയൽ പിന്നീട്. നിധി ഇല്ലായിരുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ അധ്വാനത്തിന് യാതൊരു അർത്ഥവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യേശു ആദ്യം നമ്മുടെ ശ്രദ്ധ നിധിയിലേക്കാണ് തിരിക്കുന്നത്. കണ്ടെത്താതെ ചെയ്യുന്ന പ്രതിബദ്ധത അപകടകരമാണ്. തിരിച്ചറിവില്ലാത്ത അധ്വാനം ഒടുവിൽ ക്ഷീണത്തിലേക്കാണ് നയിക്കുന്നത്. ഇതാണ് സുവിശേഷത്തിന്റെ രീതി. ആദ്യം ദർശനം, പിന്നെ തീരുമാനം,
ആദ്യം ബോധ്യം, പിന്നെ പ്രതിബദ്ധത. ഈ ദൈവിക ക്രമം ഈ ഉപമയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശിഷ്യന്മാരെ വിളിക്കുന്നതിന് മുമ്പ് യേശു അവരെ കണ്ടുമുട്ടുന്നു. സഖ്യവൂസ് ആദ്യം യേശുവിനെ കാണുന്നു, പിന്നെയാണ് അവന്റെ ജീവിതം മാറുന്നത്. സമരക്കാരി സ്ത്രീ ആദ്യം ജീവജലത്തെക്കുറിച്ച് കേൾക്കുന്നു, പിന്നെയാണ് അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടുന്നത്. സുവിശേഷത്തിൽ യഥാർത്ഥ മാറ്റം എല്ലായ്പ്പോഴും ഒരു കണ്ടെത്തലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ ഉപമയെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഇന്ന് നമ്മളിൽ പലരും അതീവ തിരക്കിലാണ്. രാവിലെ മുതൽ രാത്രി വരെ നാം അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, നേടുന്നു, മത്സരിക്കുന്നു. എന്നാൽ ഈ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഒരു അടിസ്ഥാന ചോദ്യം ചോദിക്കാൻ നാം മറന്നുപോകുന്നു. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചോദ്യവും അതുതന്നെയാണ്. കാരണം ഒരു വയൽ സ്വന്തമാക്കുക എളുപ്പമാണ്, എന്നാൽ ആ വയലിൽ യഥാർത്ഥ നിധി ഉണ്ടോ എന്ന് തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. നമ്മിൽ ഓരോരുത്തർക്കും അവരുടേതായ ഒരു വയലുണ്ട്. ഒരാളുടെ വയൽ ജോലി, മറ്റൊരാളുടെ വയൽ ബിസിനസ്, മറ്റൊരാളുടെ വയൽ സമ്പത്ത്, മറ്റൊരാളുടെ വയൽ ശുശ്രൂഷ, മറ്റൊരാളുടെ വയൽ പ്രശസ്തി. ഇവയൊന്നും തെറ്റല്ല. യേശു വയലിനെ കുറ്റപ്പെടുത്തുന്നില്ല. വയൽ ആവശ്യമാണ്, ജീവിതത്തിന്റെ ഭാഗമാണത്. എന്നാൽ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നിർണായകമായ സത്യമാണ്. വയൽ ലക്ഷ്യമല്ല, നിധിയാണ് ലക്ഷ്യം. ഈ വ്യത്യാസം നാം മറന്നാൽ ജീവിതത്തിന്റെ ദിശ പതുക്കെ മാറി തുടങ്ങും. അപ്പോൾ നാം വയലിനെ സംരക്ഷിക്കും, നിധിയെ നഷ്ടപ്പെടുത്തും. ജോലി നിലനിർത്തും, ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തും. സമ്പത്ത് വർദ്ധിപ്പിക്കും, ഉള്ളിലെ സമാധാനം കുറയും. ബന്ധങ്ങൾ നിലനിർത്തും, സ്നേഹത്തിന്റെ ചൂട് നഷ്ടപ്പെടും. പുറമേ എല്ലാം ഉണ്ടായിരിക്കും, എന്നാൽ ഉള്ളിൽ എന്തോ അനിവാര്യമായത് നഷ്ടപ്പെട്ടിരിക്കും. അതിനാൽ പ്രശ്നം വയലല്ല, നിധിയില്ലാത്ത വയലാണ് യഥാർത്ഥ പ്രശ്നം. ഈ ഒരു വാക്യം മാത്രം നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കാൻ മതിയാകും. ഇപ്പോൾ നമുക്ക് ശാന്തമായി സ്വയം ചോദിക്കാം, ഞാൻ ദിവസവും അധ്വാനിക്കുന്ന ഈ വയലിൽ യഥാർത്ഥത്തിൽ നിധിയുണ്ടോ? എൻ്റെ ജീവൻ നിക്ഷേപിക്കുന്ന ഈ വയലിൽ ഞാൻ അന്വേഷിക്കുന്നത് എന്താണ്? എൻ്റെ ഏറ്റവും നല്ല വർഷങ്ങൾ സമർപ്പിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു നിധിയുണ്ടോ? ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. കാരണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്നത്. ഇവിടെയാണ് യേശുവിൻ്റെ ഉപമ നമ്മെ മറ്റൊരു നിർണായകമായ തിരിച്ചറിവിലേക്ക് നയിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം പരാജയമല്ല, തെറ്റായ വയലിൽ വിജയിക്കുന്നതാണ്. പുറമെ വിജയിച്ചവനായി തോന്നിയാലും നിധിയില്ലാത്ത വയലിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ആ വിജയം ഒടുവിൽ ശൂന്യത മാത്രമേ സമ്മാനിക്കൂ. അതുകൊണ്ട് തന്നെ യേശു ആദ്യം വയലിനെ കുറിച്ചല്ല, നിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം നിധി കണ്ടെത്തിയ മനുഷ്യൻ മാത്രമാണ് വയലിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കുക. നിധി കണ്ടെത്താത്തവന് വയൽ വെറും ഭൂമിയാണ്. നിധി കണ്ടെത്തിയവന് അതേ വയൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നു. ഇതാണ് ഈ ഉപമയുടെ ആദ്യത്തെ വലിയ മുന്നറിയിപ്പും ആദ്യത്തെ വലിയ പ്രത്യാശയും. സ്നേഹമുള്ളവരെ, യേശു നമ്മോട് പറയുന്നില്ല കൂടുതൽ വയലുകൾ വാങ്ങൂ. അവിടുന്ന് പറയുന്നത് ഇതാണ്: ആദ്യം നിധി കണ്ടെത്തൂ. കാരണം നിധിയില്ലാത്ത വയൽ അധ്വാനത്തെ ഭാരമാക്കുന്നു. നിധിയുള്ള വയൽ അതേ അധ്വാനത്തെ ദൈവവിളിയാക്കുന്നു. ഉപമയുടെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ ഒരു വയലിലൂടെ കടന്നു പോവുകയാണ്. ഉപമയുടെ അവസാനത്തിൽ അവൻ അതേ വയലിന്റെ ഉടമയാകുന്നു. ഇവിടെ മാറിയത് വയലല്ല, മാറിയത് മനുഷ്യനാണ്. എല്ലാ ആത്മീയ യാത്രകളുടെയും കഥ ഇതുതന്നെയാണ്. ദൈവം ആദ്യം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നില്ല. അവിടുന്ന് ആദ്യം നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്നു. ഹൃദയം മാറുമ്പോൾ അതേ ജീവിതം പുതിയ അർത്ഥം പ്രാപിക്കുന്നു. അതേ ജോലി, അതേ കുടുംബം, അതേ ശുശ്രൂഷ, അതേ ലോകം, അതേ വ്യക്തി. എന്നാൽ കാണുന്ന കണ്ണ് പുതിയതാണ്. അവിടെയാണ് ജീവിതം മാറി തുടങ്ങുന്നത്.
ഇനി ഈ ഉപമയുടെ ഉള്ളിലേക്ക് നമുക്ക് പതുക്കെ പ്രവേശിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായി സ്വയം ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ജീവിക്കുന്ന ഈ വയലിൽ എൻ്റെ നിധി എന്താണ്? ഈ ചോദ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കൈവശമുള്ള 500 ബീഡ് മാല കൈകളിൽ എടുക്കാം. ഈ ഉപമയിൽ ആ മനുഷ്യൻ വയലിലൂടെ നടന്നപ്പോൾ നിധി കണ്ടെത്തി. അതുപോലെ നമ്മുടെ വിരലുകൾ ഈ ബീഡ് മാലയിലെ ഓരോ മണികളിലൂടെയും സഞ്ചരിക്കുമ്പോൾ നാം ഒരു പുതിയ സത്യം അന്വേഷിക്കുകയല്ല. സത്യം നമ്മെ സ്പർശിക്കാൻ നമ്മെ തന്നെ തുറന്നു കൊടുക്കുകയാണ്. ഇപ്പോൾ മൃദുവായി ആവർത്തിക്കാം. ജീസസ്, ജീസസ്, ജീസസ് the way. ഈ വിശുദ്ധനാമം ഒരു ശബ്ദം മാത്രമല്ല, യഥാർത്ഥ നിധിയായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഹൃദയത്തെ തുറക്കുന്ന ഒരു സ്വീകരണമാണ്. ഓരോ മണിയെയും വിരലുകൾ സ്പർശിക്കുമ്പോൾ ഓരോ സ്പർശനവും ഒരു ചലനം മാത്രമല്ല, ജാഗ്രതയാണ്. ഒരു ആവർത്തനവും ഒരു പരിശ്രമമല്ല, ഒരു സമർപ്പണമാണ്. ജീസസ്, ജീസസ്, ജീസസ് the way. ഈ വിശുദ്ധനാമം ആവർത്തിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ഹൃദയത്തിൽ നിലനിൽക്കട്ടെ. എൻ്റെ നിധി എന്താണ്? ഞാൻ വയലിന് വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ നിധിക്ക് വേണ്ടിയാണോ? ചില ഉത്തരങ്ങൾ വാക്കുകളായി ലഭിക്കില്ല. അവ പതുക്കെ നമ്മുടെ ഉള്ളിൽ തെളിയും. ധ്യാനത്തിൻ്റെ സൗന്ദര്യവും അതുതന്നെയാണ്. ധ്യാനം സത്യം സൃഷ്ടിക്കുന്നില്ല, സത്യം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയാണ് അത് ചെയ്യുന്നത്. ഇന്നത്തെ ധ്യാന വായന ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ധ്യാന വായനയിൽ ഈ ഉപമയിലെ മറ്റൊരു അത്ഭുതകരമായ ആത്മീയ സത്യം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. നന്ദി.